നമസ്കാരം. ഇന്നൊരു ചെന്നൈ വ്ളോഗാണ്. എക്സാമായിട്ട് ചെന്നൈയിലേക്ക് ഒരു ക്വിക്ക് വിസിറ്റിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ രാവിലെ 5:30 ആയപ്പോഴത്തേക്ക് ചെന്നൈ സെൻട്രലിലെത്തി. ഞങ്ങൾ വന്നത് ആലപ്പി ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റിനാണ്. അതായത് ഈ ട്രെയിൻ ആലപ്പി എക്സ്പ്രസ് 80s 90s കിഡ്സിനൊക്കെ വിണ്ണൈത്താണ്ടി വരുവായ ഓർമ്മ വരും. ആലപ്പി എക്സ്പ്രസ് ആ ട്രെയിനാണ്. അങ്ങനെ വിണ്ണൈത്താണ്ടി വരുവായുടെ ഓർമ്മയൊക്കെ വന്നെങ്കിലും ശരി, കൂടുതൽ അയവിറക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കാര്യമായിട്ടൊന്നും പഠിക്കാഞ്ഞതുകൊണ്ടും ഇഷ്ടം പോലെ പഠിക്കാനുണ്ടായിരുന്നതുകൊണ്ടും ആ ശ്രദ്ധയിലായിപ്പോയി. ചെന്നൈ സെൻട്രലിൽ നിന്ന് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിക്ക് ബസ്സില്ല എന്നാണ് അറിഞ്ഞത്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു ബസ്സിന് കയറിയിട്ട് ബ്രോഡ്വേയിൽ പോയി. എന്നിട്ട് ബ്രോഡ്വേ നിന്നാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയത്. പിങ്ക് ബസ്സിലാണ് നമ്മൾ കയറിയത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലെത്തി. അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നല്ല സൂപ്പർ നെയ് റോസ്റ്റും ഫിൽറ്റർ കോഫിയും ഒക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് മെയിൻ എൻട്രൻസിലേക്കുള്ള യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസിലേക്കുള്ള ഒരു ചെറിയ എൻട്രി ഉണ്ട് സൈഡിൽ കൂടെ. അങ്ങനെ നമ്മൾ അകത്ത് കയറി ഇങ്ങനെ മന്ദം നടക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് 8 മണിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ 8 മണി 8:30 ആകുമ്പോഴത്തേക്ക് അവിടെ കുട്ടികളൊക്കെ വരുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മന്ദം നടന്നു പോവുകയാണ്. പരീക്ഷയാണ് 9:30 എന്നുള്ള ഒരു ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, സമയമില്ല താനും. വീഡിയോ എടുത്ത് തുടങ്ങുകയും ചെയ്തു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അവിടെ എത്തി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ബ്ലോക്കിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ഒരു ബെഞ്ചും ഡെസ്കൊക്കെ ഉണ്ടായിരുന്നു കോറിഡോറിൽ. അവിടെ ഇരുന്ന് കുറച്ച് നേരം പഠിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ വീഡിയോ എടുപ്പും കാര്യങ്ങളും. ഇതാണ് എൻ്റെ ഫ്രണ്ട് അനുജ. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഒരുമിച്ച് വന്നത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോ എടുപ്പും കാര്യങ്ങളും ഒക്കെ ആയപ്പോഴത്തേക്ക് സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല എന്നുള്ള ആ ഒരു സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കി. അങ്ങനെ വീണ്ടും പുസ്തകത്തിലേക്കായി ശ്രദ്ധ. അത് കഴിഞ്ഞിട്ട് എക്സാമൊക്കെ കഴിഞ്ഞു, വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ മെസ്സിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് കയറി. അന്ന് ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ വെജ് ഇല്ല, വെജ് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ്, മെസ്സിൽ ഫുഡ് ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ പായസമൊക്കെ കഴിച്ചു. നല്ല വെറൈറ്റി റൈസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമ്പസിലൂടെ ചുമ്മാ കുറച്ച് നേരം കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. അന്ന് ഈവനിങ് ആണ് നമ്മൾ ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ബസ്സിനാണ് ഇത്തവണ വന്നത്. ട്രെയിനിലൊന്നും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇത് December 23rd. അപ്പോൾ അതിൻ്റെ വെക്കേഷൻ്റെ സമയവും എല്ലാം കൂടി ആയിട്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ ശബരിമല സീസണും കൂടി ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ബസ് ഈവനിങ്ങേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ക്യാമ്പസിലൂടെ നടന്ന് അവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷനും ഒക്കെ കണ്ട് ആസ്വദിച്ച് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ഒരു ഷോപ്പിങ്ങിന് പോയാലോ, പാരീസ് കോർണറിലേക്ക് പോകാം എന്നൊക്കെയുള്ളൊരു പ്ലാനിലേക്കായി. അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങി നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. നല്ല സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറേ സമയം ഈ നട്ടുച്ചയ്ക്ക് പോയി അവിടെ ബസ് സ്റ്റോപ്പിൽ ഇരുന്നെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവിടെ വായി നോക്കി ഇരുന്നു. ആദ്യം വന്ന ബസ്സുകളൊക്കെ തിരക്കാതായതാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് അവസാനം കയറിയ ബസ് എന്ന് പറഞ്ഞാൽ ചെന്നൈ മൊത്തം നമ്മളെ കറക്കിയിട്ട് ഏറ്റവും ലാസ്റ്റിൽ അവിടെ എത്തിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ഷോപ്പിങ്ങും ഒരു കാര്യങ്ങളും നടന്നില്ല. നേരെ പോയി ബസ് സ്റ്റാൻഡിലെത്തി. അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ ബസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ബ്രേക്കിൻ്റെ സമയത്ത് അവർ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ബസ് നിർത്തിയതാണ്. ഈ ബസ്സിലാണ് നമ്മൾ വന്നത്. കയറുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചുകൊണ്ട് ഞങ്ങൾ കാപ്പി മാത്രം കുടിച്ചതേ ഉള്ളൂ. പിറ്റേ ദിവസം രാവിലെ 9:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കോട്ടയത്തെത്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.